കീർത്തന ഒന്ന് നിക്ക്. കീർത്തന, നിനക്കിത് എന്ത് പറ്റി? ഇത്രക്ക് പണങ്ങാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എനിക്ക് പോണം. നീ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, അത്ര തന്നെ. അതെന്തുകൊണ്ടാന്നാ ചോദിച്ചത്? ഞാൻ ഇനി നിന്നോട് സംസാരിക്കണമെങ്കിലേ എന്റെ അച്ഛന്റെ മനസ്സിൽ മുറിവ് ഉണങ്ങണം. അത് കഴിഞ്ഞിട്ട് മതി നമ്മൾ തമ്മിലുള്ള സംസാരമൊക്കെ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അത് നീ എന്റെ അച്ഛനോട് ചെന്ന് മാപ്പ് പറ. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ അത് കാരണം നഷ്ടപ്പെടാൻ വന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധമായിരിക്കും. ഓർത്തു. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവാത്ത എന്താ? നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന ഒരേ വീട്ടിൽ നിന്നല്ലേ, പിന്നെ നിനക്ക് ആന്റിയോടൊപ്പം വന്ന എന്താ? നീ ദേഷ്യപ്പെടണ്ട, ഞാൻ ചോദിച്ചത് സത്യമല്ലേ? ഞാൻ സ്കൂളിലേക്ക് എപ്പോ വരണം, ആരുടെ കൂടെ വരണമെന്നൊക്കെ തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാ. മനസ്സിലായോ? പിന്നെ അത് മാത്രല്ല, നിനക്ക് പുതിയ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിയല്ലോ, എന്റെ അമ്മ. നീ അവരോട് സംസാരിച്ചാ മതി. എനിക്ക് സംസാരിക്കാൻ വേറെ നല്ല കൂട്ടുകാരൊക്കെ ഉണ്ട്. നിനക്ക് ഒരുപാട് കൂട്ടുകാർ കാണും, പക്ഷെ അവരൊന്നും എന്നെ പോലെ ആവില്ല. അത് നിന്റെ തെറ്റിദ്ധാരണയാ. നിന്നെക്കാൾ നല്ല കൂട്ടുകാരാ അവരെല്ലാം. അവളെന്നെ കൈ കാണിച്ചത് കണ്ടോ? ഇപ്പൊ 1000 രൂപ ബെറ്റ് വെക്കുന്നുണ്ടോ? യെസ്, ഞാൻ ബെറ്റ് വയ്ക്കാം. എന്നാ ബെറ്റ്? അതെ, സൂക്ഷിക്കണം. അവളുടെ അമ്മ ഈ സ്കൂളിൽ തന്നെ. ഇന്ന് മിക്കവാറും എൻ്റെ 1000 രൂപ പോക്കാന്നാ തോന്നുന്നത്. അവൻ അവളെ ഉറപ്പായും അടിച്ചിടും. അവള് നിന്നെ വിളിക്കുവാടാ. നിനക്ക് സംശയമുണ്ടോ? ഉദാത്തമായ കാവ്യങ്ങൾ കൊണ്ട് മലയാള സാഹിത്യശാഖയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ കവിയാണ് കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് 1922 അദ്ദേഹം എഴുതിയ ചണ്ടാല ഭിക്ഷുകി. ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കാനാണ് അദ്ദേഹം ഈ കവിതയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. ചണ്ടാല ഭിക്ഷുകിയിലെ കുറച്ച് വരികൾ ഇവിടെ വന്ന് ആരെങ്കിലും ഒന്ന് ചൊല്ലാമോ? എഴുന്നേറ്റ് ആരെങ്കിലും സ്വമേധയാ വന്ന് ഇവിടെ വന്ന് ചൊല്ലുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നയാള് ഇവിടെ വന്ന് ചൊല്ലേണ്ടി വരും.
വരൂ സുധാമണി. പണ്ടുത്തര ഹിന്ദുസ്ഥാനത്തിൻ വൻപുകൾ കൊണ്ട ശ്രാവസ്തി കടുത്തോരൂരിൽ 2500 വെയിൽ കൊണ്ടെങ്ങും വാകകൾ പൂക്കും നാളിൽ. പണ്ടുത്തര ഹിന്ദുസ്ഥാനത്തിൻ വൻപുകൾ കൊണ്ട ശ്രാവസ്തി കടുത്തോരൂരിൽ 2500 വെയിൽ കൊണ്ടെങ്ങും വാകകൾ പൂക്കും നാളിൽ. എങ്ങനെയുണ്ട്? എടി, നിന്റെ അമ്മ ഉറപ്പായിട്ടും മലയാളത്തിന് ജയിക്കും. തകർത്ത ആന്റി, പൊളിച്ചു. കൊടുകൈ. You are a turbans of crimson and silver. Turbans of crimson and silver. Tonics of purple brocade. എന്റെ അമ്മ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയല്ലേ? അതിങ്ങനെ അല്ല ഉച്ചരിക്കേണ്ടത്. ടോണിക്സ് അല്ല, ടോണിക്സ്. Tonics. പർപ്പിൾ അല്ല, പർപ്പിൾ. അല്ല, എനിക്കറിയാം. മീനാക്ഷി, നീ അമ്മയെ അധികം തിരുത്താനായിട്ട് നോക്കണ്ട. ആദ്യമായിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് വായിച്ച് പഠിക്കാനായിട്ട് നോക്കുമ്പോ ആർക്കായാലും തെറ്റുപറ്റും. അങ്ങനെ പറ മോനെ. ഇതെല്ലാം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പഠിച്ചെടുക്കൂലേ? എന്നോടാ കളി. എന്നാലേ ഇനി ഏട്ടൻ തന്നെ പറഞ്ഞു കൊടുക്ക്. അമ്മ ഇവള് പറയുന്നൊന്നും കാര്യമാക്കൊന്നും വേണ്ട. ആദ്യമായിട്ട് ഇംഗ്ലീഷ് വായിക്കുമ്പോ ആർക്കായാലും തെറ്റ് പറ്റും. അത് തിരുത്തി ശരിയാക്കി വീണ്ടും വായിക്കണം. അങ്ങനെ വായിച്ചാ എല്ലാവരും ശരിയായിട്ട് വായിക്കാൻ പഠിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഉറക്കെ തന്നെ വായിക്കണം. അത് ഞാൻ ഏറ്റുമോനെ. ഈശ്വര, ഇനി ഇതൊരു കുരിശായിട്ട് മാറുമോ? എവിടെ പോയി കിടക്കുന്നു? എന്തെന്നാടി ഇത്? എന്തിനാ ബെല്ലടിച്ച് കളിക്കുന്നേ? വാതിൽ തുറന്ന് കിടക്കുന്നത് കേട്ടില്ലേ? അതിനൊരു ഈച്ച കുഞ്ഞിനെ എവിടെയെങ്കിലും കാണണ്ടേ, അതുകൊണ്ടാ ബെല്ലടിച്ചത്. പിന്നെ ഇത് ഈച്ച വളർത്തൽ കേന്ദ്രമൊന്നുമില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. ഓ, കോളിംഗ് ബെല്ലടിക്കുന്ന കേൾക്കുന്നതിന് കിളവന് ഒരു ചെകിട് കേടുമില്ല. അതെ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. കാരക്കോണത്തുനിന്ന് അമ്മായി വന്നിട്ടുണ്ടെന്ന്. അതിന് ഞാനെന്താ വേണം? ഇയാളുടെ ഒരു കാരക്കോടത്തെ അമ്മായി. ഓ, കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞാ അത് കേൾക്കില്ല. അതെ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. മീൻ വാങ്ങിക്കാൻ കാശോ? എന്റെ കയ്യിലെങ്ങും ഒന്നുമില്ല. നീ പോയി വേറെ പണി വല്ലതും നോക്ക് വേണേ. മീൻ വാങ്ങിക്കാൻ കാശിന് വന്നേക്കും. എന്റെ പൊന്നു പിള്ള സാറേ, ആ കാതിൽ വെക്കുന്ന കുന്തം ഒന്ന് എടുത്ത് വെച്ചോണ്ട് വാ. അതവിടെ ഇല്ല. പിന്നെ ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്നാ മതി. ഞാൻ പോയി ജിപ്പ് പോരാ കേട്ടോ. ഇനി പറഞ്ഞു, എന്താ നിന്റെ പ്രശ്നം? നിന്റെ കെട്ടിയവൻ ഇതുവരെ മറയൂര് നിർത്തിയില്ലേ? അവൻ വരുന്നവരെ വാടകയ്ക്ക് വേണ്ടി കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല.
കാശ് ഇന്ന് തന്നെ കിട്ടണം. അല്ല അതൊക്കെ അവിടെ നിക്കട്ടെ പിള്ള സാറേ. അതെ വേണ്ട വേണ്ട, ദൂരെ എന്ന് പറഞ്ഞാ മതി. ഞാനേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വന്നേ. കാശിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നീ വാടക തന്നിട്ട് മതി ബാക്കി നിന്നുള്ള ഈ വർത്തമാനം. പിള്ള സാറേ, നമ്മുടെ കീർത്തനയുടെ കാര്യവാ. നമ്മുടെ കീർത്തനയോ? ഏത് കീർത്തന? അല്ല, സാറിന്റെ മോള് കീർത്തനയില്ലേ, അവളുടെ കാര്യവാ. ആ, എന്താ അവക്കെന്ത് പറ്റി? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു, പക്ഷേ ഉടനെ പറ്റും. നീ ആയിട്ട് വളച്ചൊടിക്കാതെ കാര്യം എന്താണെന്ന് പറയണം. ഞാൻ ഈ ജീവിതത്തിൽ ആരെങ്കിലും ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഒപ്പം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നീയാണ് സാഗർ. സത്യമാണോ നീ പറയുന്നേ? അതെ സാറേ, കീർത്തനയ്ക്ക് അവനോട് മുടിഞ്ഞ പ്രേമമാ. ഇത് വെറുതെ നീ എന്റെ കുഞ്ഞിനെ പറ്റി പറഞ്ഞു കിടക്കുന്ന അപവാദമാണെങ്കിലുണ്ടല്ലോ. അയ്യോ അല്ല സാറേ. അങ്ങനെയാണെങ്കിൽ സാർ എന്നെ ഈ കോളനി ഇറക്കി വിട്ടോ. ഞാൻ കണ്ട കാര്യമാ സാറിനോട് പറഞ്ഞത്. അത് പറയാനാ അമ്മയും മോളും ഇല്ലാത്ത സമയം നോക്കി ഞാൻ സാറിനെ കാണാൻ വന്നത്. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ സാറ് തീരുമാനിച്ചോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞേ. ആ ചെറുക്കനിന്റെ കുടുംബം കുളം തോണ്ടിയാടും. അവനെ മാത്രമല്ല, ആ കുടുംബത്തിലുള്ള എല്ലാത്തിനെയും ഇവിടുന്ന് അടിച്ചിറക്കി വിടണം. എങ്കിലേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. അവൾക്ക് പ്രേമിക്കാൻ കണ്ട ഒരു ചളുക്ക് തള്ളയും മോളും കൂടി ഇങ്ങ് വരട്ടെ. രണ്ടിനെ കൊന്നു കൊല വിളിക്കും ഞാൻ. അമ്മേ, അമ്മേ, വേഗം വാ. എന്നാ ഇങ്ങനെ കൊക്കുന്നു? എന്റെ യൂണിഫോം എവിടെ? അമ്മ അതെടുത്ത് എവിടെ വെച്ചു? ഞാനത് കഴുകി ഉണക്കാനിട്ടിട്ടുണ്ട്. അമ്മയോട് ആരാ പറഞ്ഞ എന്റെ യൂണിഫോം എടുത്ത് ഉണക്കാനിടാൻ? ഞാൻ നോക്കിയപ്പോ അത് മുഷിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ടാ അത് കഴുകി വെയിലത്തിട്ട്. ഇപ്പൊ ഉണങ്ങി കാണൂ. അത് എന്നോട് ചോദിച്ചിട്ട് പോരായിരുന്നോ? അത് ശരി, ഞാനതെടുത്ത് കഴുകിയിട്ടതാ കുഴപ്പമായി. എന്നാ പിന്നെ ഞാനതെടുത്ത് തിരിച്ചിട്ടേക്കാം. അമ്മേ, അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. നീ താടിയാ പോന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട്? ഞാൻ ഇപ്പൊ എടുത്തു വെക്കാം, കഴിച്ചിട്ട് പോയാ. ഇല്ല, എനിക്കിപ്പോ കഴിക്കാൻ സമയമില്ലമ്മേ. പോയിട്ട് അത്യാവശ്യമുണ്ട്. എന്ത് അത്യാവശ്യം? ഭക്ഷണം കഴിച്ചിട്ട് പോയി ജോലി ചെയ്തിട്ടുള്ള അത്യാവശ്യം മതി. ഒറ്റ മിനിറ്റടാ, അമ്മ ഇപ്പൊ എടുക്കാപ്പാ. വേണ്ടെന്ന് പറഞ്ഞില്ല അമ്മേ, ഞാൻ ഇറങ്ങുവാ. ശരി, വൈകിട്ട് കാണാം. പോവാണേ. സൂക്ഷിച്ചു പോണേ. പോയാ? ഈ ചെക്കന് ഇത് എന്തു പറ്റി? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും സമയമില്ല ഈ ചെക്കന്. ഇനി മാത്രം എന്ത് മലമറിക്കുന്ന ജോലിയാണമ്മോ ഇവന്? അല്ല, ഞാനിതാരോടാ പറയുന്നത്? ഓനോന്റെ വഴിക്കും പോയി, ഓളോളെ വഴിക്കും പോയി. ഇത് മാർത്താണ്ഡപിള്ളിയൊന്നുമല്ല, ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച പുതിയ ഷർട്ടുകളാ. സാറിന് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം അയാളുടെ ഷർട്ടിന്റെ ക്വാളിറ്റി ഒന്നും ഇനി ഉണ്ടാവില്ലല്ലോ. കുത്തല്ലേ അമ്മ? അല്ല, ഇത് കണ്ടിട്ട് എന്റെ മുഖത്ത് ഒരു സന്തോഷം കാണുന്നില്ല, അതുകൊണ്ട് പറഞ്ഞ. ഞാൻ കാരണം ജഗുവിന്റെ കട പോയത് ഓർത്തിട്ട്. അയ്യോ, എന്റെ പൊന്നുമോന് ചെയ്തു പോയി ആലോചിച്ചിട്ട് കുറ്റബോധാ. ഇന്ന് കാക്ക മലന്ന് പറക്കുമല്ലോ. ഉറപ്പായിട്ടും ഇന്നത്തെ തീയതി എഴുതി വെക്കണം. അമ്മ ദയവ് ചെയ്ത് എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ആ മാർത്താണ്ഡം പിള്ളേരുടെ ഷർട്ട് ഞാൻ എടുത്തിട്ടതോ എന്നെ അയാൾ കൈയോട് പിടിച്ചതോ ഒന്നും അല്ല പ്രശ്നം. പിന്നെ എന്താ എന്റെ മോന്റെ പ്രശ്നം? എന്റെ അടുത്ത സുഹൃത്താ ജഗ്ഗു. അവനെ സുഹൃത്തായിട്ട് ഞാനല്ലാതെ വേറെ ആരും ഇല്ല. എനിക്ക് ഓനോടുള്ള സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഇരട്ടി സ്നേഹം ഓന് നിന്നോടുണ്ട്. അതെനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാ എന്റെ എല്ലാ കൂത്തിനും ഓൻ കൂടെ നിന്ന്. മുമ്പോട്ട് ഒരു മാർഗവുമില്ലാതെ നീ കാരണം ഓൻ വഴിമുട്ടി നിൽക്കുമ്പോ ഈ ആത്മാർത്ഥ സുഹൃത്ത് എന്താന്ന് ഓന് വേണ്ടി ചെയ്യാൻ പോകുന്നത്? എനിക്കൊരു പിടിയില്ല അമ്മ. ഇന്ന് രാത്രി തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവാനാ അവന്റെ തീരുമാനം. അതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും പണി ഒപ്പിക്കണം. അതിന് ഡോക്ടറേറ്റ് എടുത്ത ആളല്ലേ നീ? എന്റെ കൈയും കാലും ഓടുന്നില്ല അമ്മ. അമ്മ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കും പ്ലീസ്. ഈ വേണ്ടാത്തെല്ലാം ചെയ്തു കൂട്ടിയത് എന്നോട് ചോദിച്ചിട്ടാ അല്ലല്ലോ? അപ്പോ അതിനുള്ള പരിഹാരവും മോൻ സ്വയം കണ്ടുപിടിച്ചാ മതി.
സുധാമണിന്റെ മോനാ നീ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്റെ തലയിൽ ഓടുന്നത് എന്തും നിന്റെ തലയിലും ഓടും. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. പക്ഷേ ആ പരിഹാരം ഒരിക്കലും നമ്മളെ തേടി വരില്ല. നമ്മൾ വേണം കണ്ടെത്താൻ. അതിന് ആദ്യം വേണ്ടത് ഈ ടെൻഷനും സങ്കടവും എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് എന്റെ മോൻ ഉഷാറായിട്ടൊന്ന് ചിന്തിക്ക്. ഒരു പരിഹാരം എന്റെ മനസ്സിൽ തെളിഞ്ഞു വരും. അതിനെവിടെയാ അമ്മേ സമയം? അവനിന്ന് രാത്രി തിരികെ നാട്ടിൽ പോകാനുള്ള പ്ലാനിലല്ലേ? ആയിക്കോട്ടെ, ഒരു പകല് മുഴുവൻ എന്റെ കൈമിലുണ്ട്. അത് ചെറിയ സമയമൊന്നുമല്ല. ഓൾ ദി ബെസ്റ്റ്. അമ്മേ, ഇനി എന്താ ഇന്റെ പ്രശ്നം? എന്റെ സുധാമണി സൂപ്പറാ. നീ പോവാണോ? നമുക്ക് വേറെന്തെങ്കിലും വഴി. മതി നിന്റെ സേവനം. നിനക്കറിയോ, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാ ഞാനിവിടെ വന്നത്. സ്വന്തമായൊരു വീട്, സഹോദരിയുടെ കല്യാണം, അച്ഛന്റെ ഓപ്പറേഷൻ, അങ്ങനെ ഒരുപാട്. എല്ലാം തകർന്നു. അല്ല, നീ തകർത്ത്. ഇപ്പൊ നിനക്ക് സമാധാനമായല്ല? ആ, ഞാൻ പോട്ടെ, പോവാ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയാ എന്നേക്കുമായി എന്റെ മനസമാധാനം ഇല്ലാതാവത്തേ ഉള്ളൂ. ഞാൻ നിന്റെ ഒരേ ഒരു സുഹൃത്തല്ലേ. ഞാൻ കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടായ ഞാൻ നിന്റെ കൂടെ നിൽക്കണ്ടേ? ആ മരത്തരം പിള്ളയോട് പോവാൻ പറ. നമുക്ക് പുതിയൊരു സ്ഥലം സെറ്റ് ചെയ്യാം. നീ ഇപ്പോ നാട്ടിലേക്ക് പോകണ്ട. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് മാമന്റെ വീട്ടിൽ നിൽക്ക്. ഈ വേഷത്തിൽ സുധയെ കാണുമ്പോ എന്റെ ശങ്കുവിന് ഒരു ഇളയ അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ഇരുന്നേനെന്ന് തോന്നുക. ശങ്കുവിന് 2 ദിവസമായല്ലോ, പുറത്തേക്കൊന്നും കാണുന്നില്ലല്ലോ. അവന്റെ പനി ഇതുവരെ മാറിയിട്ടില്ല. അവന് വിട്ടുവിട്ട് പനി വരുന്നുണ്ട്. വൈറൽ ഫീവറാ. ഒരാഴ്ച എടുക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. പാവം. ഓന് നല്ല ചൂടുള്ള പൊടിയൊരു കഞ്ഞിയും ചമ്മന്തിയും കൊടുത്താൽ മതി. അതാണ് നമ്മളെ പരമ്പരാഗതമായ മരുന്ന്. ആ പിന്നുണ്ടല്ലോ, വീട്ടിലൊരു പൊടിയുണ്ട്. ചുക്കും കുരുമുളകും ജാതിപത്രിയും കൂടി പൊടിച്ചു വെച്ചതാ. സാഗറിനോട് പനിപ്പൊടി എന്ന് പറഞ്ഞാ മതി, ഓനെടുത്തു തരും. അതൊരു സ്പൂൺ എടുത്ത് നീ ഒരു നല്ല കാപ്പി തിളപ്പിച്ചു കൊടുക്ക്. പനി പമ്പ അടക്കും. നീ ഈ മരുന്ന് നമ്മുടെ പാർത്ഥൻ ഡോക്ടർക്ക് കൊടുന്ന് പറഞ്ഞു കൊടുക്ക്. 3-4 ദിവസമായിട്ട് പുള്ളിയും പനിച്ചു കിടക്കുക. കണ്ടില്ലേ ക്ലിനിക് അടഞ്ഞു കിടക്കുന്നത്? നാട്ടുകാർക്ക് കുറിച്ചു കൊടുക്കുന്ന ഒരു മരുന്നും അയാൾ ധൈര്യത്തോടെ സ്വയം കഴിക്കത്തില്ല. നമ്മുടെ തേപ്പ് കടക്കാരൻ ജഗ്ഗുവിന്റെ കാര്യമാ കഷ്ടം. എല്ലാം സാഗർ ഒറ്റൊരുത്തം കാരണം ഉണ്ടായി. പിള്ളേരല്ലേ, അവരൊരു കുസൃതി കാണിച്ചതിന് ഈ മാർത്താണ്ഡപിള്ള എന്തിനാ ഇത്രയും കടുത്തൊരു തീരുമാനം എടുത്തെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. കർമ്മബലം എന്നൊന്നുണ്ട് ഗണേശ. ഇതിനെല്ലാം ദൈവം അവന് കണക്കിന് കൊടുത്തോളൂ. അതെ. എന്തിനാ ഈ വെയിലത്ത് കടയിലും മറ്റും പോണേ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ വാങ്ങിച്ചോണ്ട് തരില്ലേ? അതെങ്ങനെയാ പറഞ്ഞ കേക്കണ്ടേ? വെറുതെ ആ മുറിയിൽ അടിഞ്ഞുകൂടി കിടന്നാലേ കിടപ്പിലായി പോകും. അതുകൊണ്ടേ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുന്നത് ശരീരത്തിന് നല്ലതാ. അല്ല, നീ പോകാൻ നോക്കു സുധേ, അല്ലെങ്കിൽ സ്കൂളിൽ എത്തുമ്പോഴേക്കും നേരം വൈകും. ചെല്ലെ അമ്മ ചെല്ലെ. എന്തല്ല പ്രകാശ? ഒരു രജിസ്റ്റർ കത്തുണ്ട്. ശരി.